So today next topic is Human Resource Planning or HRP. It is otherwise known as Manpower Planning. നമ്മൾ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ജോബ് അനാലിസിസ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് പ്രൊക്യൂർമെന്റ് പ്രോസസ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് HRP അഥവാ മാൻ പവർ പ്ലാനിങ്. അപ്പോൾ നമ്മളൊരു ജോബ് അനാലിസിസ് നടത്തി കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ ഒപ്പം പോകുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ജോബ് അനാലിസിസിൽ ഒരു ജോബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി, ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി, അതിനൊക്കെ അനുസരിച്ച് ഒരു ജോബ് ഡിസൈൻ ചെയ്തു. ഇത്രയും ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ്. It is the second step in the procurement process. It involves the determination of quantity of personnel in an organization. ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് പേഴ്സണലിനെ എത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ളതാണ് ഏതിൽ തീരുമാനിക്കുന്നത്, HRPയിൽ തീരുമാനിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻവോൾവ്സ് പുട്ടിങ് ദ റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാൻ പവർ പ്ലാനിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയണത്. അപ്പോൾ എന്താണ് മാൻ പവർ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ തുടക്കം മുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, എന്നാലും നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണാം. ദ നെക്സ്റ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് മാൻ പവർ പ്ലാനിങ്. രണ്ട് ഡെഫിനേഷനാണ് മിസ് ഇവിടെ കോട്ട് ചെയ്തേക്കണേ. The first definition given by Bruce P. Collum. According to Bruce P. Collum, manpower planning is the process of determining the manpower requirements. എന്താണ് പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ്? തീരുമാനിക്കുന്ന പ്രോസസ്സാണ്. എന്ത് തീരുമാനിക്കുന്ന പ്രോസസ്സാണെന്നൊക്കെ, ദ മാൻ പവർ റിക്വയർമെന്റ്സ്. എത്രത്തോളം മാൻ പവറിനെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സാണ്. അത് മാത്രമല്ല, ആൻഡ് ദ മീൻസ് ഫോർ മീറ്റിംഗ് ദീസ് റിക്വയർമെന്റ്സ്. അത് മാത്രമല്ല, എന്താണ് ഈ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇവിടെ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് മീറ്റിംഗ് ദീസ് റിക്വയർമെന്റ്? ഈ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും നമ്മൾ തീരുമാനിക്കുന്ന പ്രോസസ്സാണ് മാൻ പവർ റിക്വയർമെന്റ്. എന്തിനാ ഇത് തീരുമാനിക്കണേ? ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ദ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ, അതായത് ഇൻഡിവിജ്വലിൻ്റെയും ഓർഗനൈസേഷൻ്റെ ഒക്കെയുള്ള മേജർ ഒബ്ജക്റ്റീവ് പ്ലാൻ എന്താണോ അത് നല്ല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം മാൻ പവറിന് വേണമെന്നും ആ മാൻ പവറിനെ എങ്ങനെയാണ് നമുക്ക് ആ റിക്വയർമെന്റ് നേടിയെടുക്കാമെന്ന് കാണിക്കുന്ന പ്രോസസ്സാണ് എന്ത്, മാൻ പവർ പ്ലാനിങ് അഥവാ HRP, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി മിസ്സിൻ്റെ ഒപ്പം. അക്കോർഡിംഗ് ടു ബ്രൂസ് പി കോളം. നിങ്ങൾക്ക് ആ പേര് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതേപോലെ ഡെഫിനേഷൻ എഴുതുമ്പോൾ മാത്രമേ നമ്മൾ ആ പറഞ്ഞ ആളുടെ പേര് എഴുതാവൂ കേട്ടോ. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയിട്ട് അക്കോർഡിംഗ് ടു ബ്രൂസ് പി കോളം എന്ന് എഴുതരുത്. Or manpower planning is defined as defined as the process of determining the manpower requirements and the means of meeting these requirements in order to carry out the integrated plan of the organization. According to Bruce P. Collum, manpower planning is the process of determining the manpower requirements and the means for meeting these requirements in order to carry out the integrated plan of the organization. It's a simple definition. Okay. The next രണ്ടാമത്തെ ഇത്രയും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആരാണ് പറഞ്ഞേക്കണേ? ഡെയ്ലെസ് ബീച്ച്. According to Dayles Beach, manpower planning or human resource planning is the process of determining. അവിടെ നമ്മൾ തുടങ്ങുന്നത് എന്ത് തന്നെയാണ്? പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ്, തീരുമാനിക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. ആൻഡ് അഷ്വറിങ് ദാറ്റ്, തീരുമാനിക്കുക മാത്രമല്ല നമ്മൾ എന്തും ചെയ്യണം,
ഉറപ്പ് കൊടുക്കണം, അഷ്വർ ചെയ്യണം. അഷ്വറിങ് ദാറ്റ് എന്താണ് അഷ്വർ ചെയ്യുന്നത്? The organization will have an adequate number of qualified persons. എന്തുണ്ടാവും? നമ്മുടെ ഓർഗനൈസേഷനിൽ എപ്പോഴും എന്തുണ്ടാവും? Will have ഉണ്ടാകും an adequate number of qualified persons. നമുക്ക് ആവശ്യമുള്ള അത്രയും നല്ല കഴിവുള്ള വ്യക്തികൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാകും. എങ്ങനെ? അവൈലബിൾ അറ്റ് ദ പ്രോപ്പർ ടൈം. എപ്പോഴാണോ അവർ ആവശ്യം വരുന്നത് ആ സമയത്ത്, അവൈലബിൾ അറ്റ് ദി പ്രോപ്പർ ടൈം, എപ്പോഴാണോ നമുക്ക് ആവശ്യം ആ സമയത്ത് ക്വാളിഫൈഡ് പേഴ്സൺസ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാകും. ഇനി എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാവണേ? വെറുതെ ആണോ? പെർഫോമിങ് ജോബ്സ്. എന്ത് ചെയ്യാനാ അവരുണ്ടാവണേ? ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ജോബിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് ദി എന്റർപ്രൈസ്. നമ്മുടെ എന്റർപ്രൈസിന്റെ ആവശ്യം എന്താണോ, നീഡ്സ് എന്താണോ, ആ നീഡ്സിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡിക്വേറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മളുടെ കമ്പനിയിൽ ഉണ്ടാകും. ആൻഡ് വിച്ച് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ ഇൻഡിവിജ്വൽ ഇൻവോൾവ്. അത് മാത്രം പോരാ, എന്തുകൂടെ വേണം? അതിൽ ഇൻവോൾവ് ചെയ്യുന്ന, ആ ജോബിൽ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികൾക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാവുന്ന രീതിയിലും ആയിരിക്കണം അവരുടെ എന്റർപ്രൈസിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതാണ് വലിയ ഡെഫിനേഷനാണ്, ഡീറ്റെയിൽഡ് ഡെഫിനേഷനാണ്. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, അക്കോർഡിംഗ് ടു ഡെയ്ലർ സ്പീച്ച്, manpower planning or human resource planning is the process of determining, മാത്രമല്ല എന്തും കൂടിയാണ്, and assuring that. determine ചെയ്യണോ, ഉറപ്പും കൊടുക്കണം. എന്താ ഉറപ്പ് കൊടുക്കണേ? the organization will have an adequate number of qualified persons. ആ ഓർഗനൈസേഷനിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള എംപ്ലോയീസ് ഉണ്ടാകും. അവൈലബിൾ ആയിട്ട് പ്രോപ്പർ ടൈം. എപ്പോൾ ഉണ്ടാകും? നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ പ്രോപ്പർ ടൈമിൽ അവർ അവൈലബിൾ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമിങ് ദ ജോബ്. ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ജോലിയുടെ പ്രത്യേകത എന്താന്ന് നോക്കിയേ. വിച്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ എന്റർപ്രൈസ്. നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടുള്ളതും. അതോടൊപ്പം തന്നെ വിച്ച് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദി ഇൻഡിവിജ്വൽ ഇൻവോൾവ്. നമ്മുടെ കമ്പനിയുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തികൾക്കും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ജോബ്. ആ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള നമ്പർ ക്വാളിഫൈഡ് പേഴ്സൺസ് ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുന്ന, തീരുമാനിക്കുന്ന പ്രോസസ്സാണ് എന്ത്? മാൻ പവർ പ്ലാനിങ്. ആര് പറയണതാ? ഡെയ്ലർ സ്പീച്ച്. പിന്നെ ഒരൊറ്റ പ്രാവശ്യം മിസ്സിൻ്റെ ഒപ്പം പറഞ്ഞു നോക്കുക, പോസ് ചെയ്തിട്ട്. മാൻ പവർ പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് and assuring that the organization will have an adequate number of qualified persons available at the proper times for performing the jobs which meet the needs of the enterprise and which provides satisfaction to the individual involved. So in short, ചുരുക്കി പറഞ്ഞാൽ എന്താണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? it ensures optimum utilization of existing manpower. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ എത്ര മാൻ പവർ ഉണ്ടോ അവരെ മാക്സിമം യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഗീവ്സ് എംഫസൈസ് ഓൺ ദ ബെസ്റ്റ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. നമ്മുടെ കമ്പനിയിൽ ഇതുവരെ ഉള്ളതിനേക്കാളും ഒരു ബെറ്റർ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ടോപ്പിക്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണ്, ദെൻ ടൈപ്പ് ഏതൊക്കെയാണ്, നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.